പാക് ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയുടെ ചൈന ബംഗ്ലാദേശ് സന്ദർശനവും നിരീക്ഷണത്തിൽ. ജ്യോതി ഇരു രാജ്യങ്ങളും സന്ദർശിച്ചതായി കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചു. ജ്യോതിയുടെ അറസ്റ്റിന് പിന്നാലെ വിവിധ യൂട്യൂബ് ചാനലുകൾ നിരീക്ഷണത്തിലാണെന്ന് ഹരിയാന ചീഫ് സെക്രട്ടറി അറിയിച്ചു. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഗുഡ് മോർണിംഗ്. നമസ്തേ. എന്തായാലും നിലവിലിപ്പോൾ ജ്യോതി മൽഹോത്രയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? കാരണം പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്റെ സഹായത്തോടുകൂടി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാൻ അനുകൂല വീഡിയോകളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്ന ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിനു ശേഷം ഇപ്പോൾ അവരുടെ ചൈന ബംഗ്ലാദേശ് സന്ദർശനവും നിരീക്ഷണത്തിലാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? രോഹിണി, ഗുഡ് മോർണിംഗ്. ഈ ജ്യോതി മൽഹോത്രയുടെ പ്രവർത്തനങ്ങൾ കൂടുതലായി ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചു വരികയാണ്. ഇതിൽ ഇവരുടെ ചൈന, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് എന്നീ രണ്ട് രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള യാത്രകളെ പറ്റിയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. കാരണം ഇവർ പാകിസ്ഥാനിൽ എന്തൊക്കെ ചെയ്തു എന്നതിനെ പറ്റി ഒരു കൃത്യമായ സ്കെച്ച് നിലവിൽ ഈ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിൽ പോവുകയും അവിടുത്തെ സൈനിക മേധാവികളുമായി ചർച്ച നടത്തുകയും കൂടാതെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കാണുകയും ഒക്കെ ഇവർ ചെയ്തിരുന്നു. തുടർച്ചയായി ഇവർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇവർ സന്ദർശിക്കുകയും അതിന്റെ ചിത്രങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ വന്നുകൊണ്ട് അതിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പകർത്തി ആ ചിത്രങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനും പാക് ചാരസംഘടനയായ ISIക്കും കൈമാറിയിരുന്നു എന്നതിന്റെയും തെളിവുകൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ഈ ജ്യോതി മൽഹോത്രയുടെ പ്രധാനപ്പെട്ട ഒരു യാത്ര ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കാണുന്നത് ചൈന, അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് എന്നീ രണ്ട് രാജ്യങ്ങളാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് ഹിന്ദു വിരുദ്ധ കലാപം നടക്കുന്ന ഘട്ടത്തിൽ ഇവർ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള രാഷ്ട്രീയ അട്ടിമറിയും അതിനുശേഷം തീവ്ര ഇസ്ലാമിക സംഘടനകൾ അവിടെ സർക്കാർ രൂപീകരിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, അതിലൊക്കെ ഈ ഇന്ത്യൻ ബ്ലോഗർക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്നു. ഒപ്പം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു രാജ്യമാണ് ചൈന. അതിനാൽ എന്തിനാണ് ഇവർ ചൈനയിൽ പോയത് എന്നതിനെ പറ്റിയുള്ള വിഷയങ്ങൾ കൂടി ഏതായാലും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം ഈ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായതിന് പിന്നാലെ മറ്റ് യൂട്യൂബർമാരും ഇപ്പോൾ നിരീക്ഷണത്തിലാണ് എന്നാണ് ഹരിയാന ചീഫ് സെക്രട്ടറി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ സംശയമുണ്ടാക്കുന്ന രീതിയിൽ ഈ കണ്ടന്റുകൾ രൂപീകരിച്ചിട്ടുള്ള പല യൂട്യൂബ് ഐഡികളെയും ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഏജൻസികൾ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ സംശയം തോന്നുന്ന യൂട്യൂബർമാരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ ഹരിയാന ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ നൽകുന്നത്. രോഹിണി.